ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് ഒരു ഐലൻഡ് ഗെയിമുമായിട്ടാണ്. ഒരു സർവൈവൽ ഐലൻഡ് ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്തപ്പോൾ അങ്ങനെയാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഗെയിമിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ്. അപ്പോൾ അതെ നമുക്ക് നടക്കണം. എങ്ങോട്ട് പോകാൻ പറയുന്നു? ഇതിനാണ് ഇങ്ങനെ തെന്നിപ്പോകുന്നത്. ഓ, ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, എടുക്കാൻ. ഓ, കിട്ട്. ഇത് വെച്ചിന് തന്നെ. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ഐലൻഡ് സർവൈവൽ ചെയ്യുന്ന ഗെയിമാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഓക്കെ ഒന്നാണ്. ഓ, ഇങ്ങനെ അടുത്തത് ഇടിക്കിടിക്ക്. ഓ, പിടിച്ചെടുത്തു. ഇവിടെ അങ്ങനെ ഫുഡ് എടുക്കണമല്ലോ. ഇവിടെ ഓ, ഇങ്ങനെ എത്ര ഉള്ളു ഗൈസ്. കോക്കനട്ട് കിട്ടി. അപ്ലൈ നമ്മൾ കഴിച്ച്. ഓ, യു ആർ സ്റ്റാർവിങ്, ഫൈൻഡ് എ ബനാന ടു ഈറ്റ്. നമ്മൾ ബനാന കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ വാര. ഓ, സീൻ ഗെയിമാണെന്ന് എടുത്ത്. ഓ, നമ്മൾ ബാഗിൽ പോവുക, കഴിക്കുക, അപ്ലൈ അടിക്കുക. തിന്നു ഗൈസ്, ബനാന തിന്നു. മറ്റേ കൈ നോക്കി ഗൈസ്, പൈലറ്റിനൊക്കെ പോലെ. ഓ, ഏത് നമ്മുടെ കൈ ഭയങ്കര പാടാണല്ലോ. ഇതെന്നാ ചെയ്യണം? ഗ്യാസ് ക്രാഫ്റ്റ് ബൂസ്റ്റ്. ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടിയോ? എന്നാ ചെയ്യണം? ന്യൂ ലൈഫ്. ഓ, ടേക്ക്. ഓക്കെ തന്നെ ലൈസ്. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? ഇനി എന്നാ ചെയ്യണം? ഇവിടെ എന്തോ ഉണ്ടല്ലോ, നമുക്ക് വല്ല ക്രാഫ്റ്റ് ചെയ്യണം. നോ, ഇനി നമുക്ക് സർവൈവൽ ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇനി നമ്മളിതാണ് മാപ്പ്. മോനിക്ക് ഈ മാപ്പൊക്കെ ആണല്ലോ. അപ്പോൾ ഇൻഫോം ഗെറ്റ് ദ ബ്ലൂ പ്രിൻറ്റ് ഫോർ ദ ഷിപ്പ്. ഷിപ്പിൻ്റെ അവിടെ നമുക്ക് ചാടാനൊക്കെ പറ്റും. ബ്ലൂ പ്രിൻ്റ് എടുക്കണമെന്നാണ്. ഓക്കെ, ഷിപ്പിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഷിപ്പിൻ്റെ ഇവിടെ ഒരു എക്സ് മാർക്ക് കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. അത്യാവശ്യം സീൻ ഗെയിമാണെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡ് ചെയ്യണം. അയ്യോ, ഇതേ ആരാണോ? എടാ, നമ്മളടിയാണോ? നമ്മൾ പൊട്ടിക്ക്. ഓക്കെ, നമ്മളവരെ ബോംബ് വെച്ച് പൊട്ടിച്ച്. ഇതെന്നാ എടുക്കണോ? ഓ, ബ്ലൂ പ്രിൻ്റ് കിട്ടി. ബ്ലൂ പ്രിൻ്റ് ഇൻഫോം ചെയ്യേ. ബാഗ് എടുക്ക്. ബ്ലൂ പ്രിൻ്റ് വന്നില്ല. ഇതെടുക്ക്. എന്നാണ് യൂസ് ചെയ്യേണ്ടത്? ബ്ലൂ പ്രിൻ്റ് കിട്ടിയല്ലോ. നമുക്ക് കിട്ടിയില്ല. എവിടെയാണ് ഈ ബ്ലൂ പ്രിൻ്റ് കിട്ടിയത് എന്ന് കാണിച്ചത്? അങ്ങോട്ട് പോകണം. പോകുന്നത് ഞണ്ടൊക്കെ ഉണ്ട്. ഞണ്ട് കടിക്കുമോ? കടിച്ചാലോ? ആ, കടിക്കും. എന്നാ കലിപ്പാണോ? കലിപ്പാണ്. നമുക്ക് ഇതിനൊക്കെ പിടിക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ ഗെയിം. നമുക്ക് അത്ര അന്തർ HP എങ്ങാണ്ടേ ഉള്ളത്. മേളിൽ കണ്ടോ? നമുക്ക് ലെഫ്റ്റ് ടോപ്പിൽ നോക്കുമ്പോൾ കാണാം. ഇങ്ങനെ ഓടിപ്പോവും. ഓ, നമ്മുടെ സ്റ്റാമിന വരും. സ്റ്റാമിനയൊക്കെ നോക്കി കളിക്കണം. ഇതിൽ പിന്നെ സ്റ്റാമിന വലിയ ഇമ്പോർട്ടൻ്റ് ആണോ? ഓ, ഇവിടെ ഷിപ്പിൻ്റെ ഇത് നോക്ക്. ഇത് ലെവലപ്പ്. നമ്മളൊരു പൈലറ്റാണ്. ലാസ്റ്റ് പൈലറ്റ് ഐലൻഡ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ചാപ്റ്റർ 1 അപ്ഗ്രേഡ് യുവർ ഷിപ്പ്. കളക്ട് വുഡ്. 80 വുഡ് കളക്ട് ചെയ്യണം ഗൈസ്. അതിന് നമ്മളിത് തെങ്ങ് വെട്ടാം. വുഡ്. നമ്മുടെ ഇപ്പോൾ എത്ര വുഡുണ്ട്? ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വുഡ് എത്ര എണ്ണം ഉണ്ടെന്ന്? 9 വുഡേ ഉള്ളൂ. പൊളിക്ക്. നമുക്ക് ഒരു വുഡ് സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയാലോ? അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോൺ പിക്കാക്സ്.
അതിന് 20 വുഡ്. നമുക്കത് ഉണ്ടാക്കിയിട്ട് വെട്ടാം. അതാകുമ്പോൾ നമ്മുടെ കൈക്ക് പണി വരത്തില്ല, തെറ്റായിരിക്കും. 20 വുഡ് പുള്ളിക്ക് ഒന്നുകൂടെ മുറിക്കും. ഈ വുഡൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, 20 നമുക്കത് ഉണ്ടാക്കുവാണെങ്കിൽ വേഗം ചെയ്യാൻ പറ്റും. ക്രാഫ്റ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തു. ബൂസ്റ്റ് ചെയ്താലോ? ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിട്ടില്ല. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തു. ഇനി ഇതെടുത്ത് നമ്മൾ പഠിച്ചു കേട്ടോ. ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഓ സെറ്റ്. ഇടിക്കേ പിടിച്ച് പൊട്ടിക്കാം. വുഡിപ്പോൾ കിട്ടുന്നില്ല. വുഡ് നമുക്ക് വുഡിപ്പോൾ കിട്ടുന്നില്ല. ഇത് പിക്കാക്സ് നിൽക്കുക. അപ്പോൾ ഇതെന്തിനാ? ഇതാണ് ആക്സ്. ഓ പിക്കാക്സ് ആക്സും വെറ്റ് ചെയ്ത്. അപ്പോൾ ഇത് ഇത് വെച്ച് നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. മണ്ടത്തല കുഴപ്പമില്ല, ഇരിക്കട്ടെ. 80 വുഡ്. 80 വുഡ് ഞാൻ കളക്ട്. ഇപ്പോൾ തന്നെ 80 വുഡാവും. പൊളിക്ക് 80 വുഡായി. നമുക്ക് 80 വുഡായിട്ടുണ്ട്. ഇനി റിപ്പയർ ദ ബ്രോക്കൺ. ഇത് നമുക്ക് റിപ്പയർ ചെയ്യണം. ബാമ്പു വേണം. ബാമ്പു എടാ, ബാമ്പു ഇതിനാണ് കാണിക്കുന്നത്. ഷിപ്പിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റുമോ? ഓ മോനെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ കൺട്രോൾ എനിക്ക് എങ്ങോട്ടങ്ങ് ഇതിനെ ഇവിടെ എന്താ ചെയ്യണമെന്ന് ഇവിടെ തന്നെയാ. ഓക്കെ, ലെവൽ 2 ആക്കാൻ വേണ്ടി ബാമ്പു. രാത്രിയാവാറായി. രാത്രിയാകുമ്പോൾ പണിയാവും. വാട്ട് ഈസ് ദിസ്? ഓ ബാമ്പു കിട്ടി. ഒരു ബാമ്പു കിട്ടി. അടുത്ത ബാമ്പു കണ്ടുപിടിക്കാം. പേന്ന് പോകാൻ കണ്ടുപിടിക്കാം ബാമ്പു. നമ്മുടെ സ്റ്റാമിന ഔട്ടായി. കുഴപ്പമില്ല, സീനില്ല. നമ്മുടെ കൈ എടുക്കാം. ഇത് കൈ നമ്മുടെ കൈയാണ്. ബാമ്പു ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? ഇത് അത്യാവശ്യം വലിയൊരു മാപ്പാണ്. ഇവിടെ അല്ലേ ഞണ്ടിനെയൊക്കെ നമ്മൾ കൊല്ലണം. അയ്യോ ഗെയിംസ് അത്രേ ഉള്ളൂ. കറക്റ്റായിട്ട് ഒന്ന് ഇടിക്കണം. ബാബാ ഇവിടെ കിട്ടി, കറക്റ്റായിട്ട് കിട്ടി. കൊടുത്ത് പറഞ്ഞേക്കൊന്നു നമ്മൾ ലൈഫ് 68. എൻ്റെ എന്നാ ഈ ലെതർ. ലെതറേ കിട്ടത്തുള്ളൂ നമുക്ക്. ഇനി എന്നാ ചെയ്യുന്നു? അത്രേ ഉള്ളൂ. നമ്മുടെ ബാഗിൽ ഇപ്പോൾ ലെതർ വന്ന്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബാമ്പ് കണ്ടുപിടിക്കണം. ഇവിടെ സീനാണ് ഗൈസ്. കാട്ടുപന്നിയൊക്കെ ഉണ്ട്. എത്ര ബാമ്പ് കിട്ടി? 2 ബാമ്പ്. അയ്യോ ഞണ്ട്. ഇതേ കോഴിയൊക്കെ ഉണ്ട്. ഇത് സെറ്റാണ്. ഗെയിം സെറ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. കോഴി നമ്മൾ ഇടിക്കുമോ? ഞണ്ട് പ്രാന്തൻ ഞണ്ട്. ചുറ്റും ഭയാനകമായിട്ടുള്ള ജീവികൾ. നമ്മളെല്ലാവരും കൂടി ഇടിച്ച് പരത്തും. നമ്മളൊരു ദിവസം ഒരു ആയുധമൊക്കെ ഉണ്ടാക്കി വരട്ടെ ഗൈസ്. കണ്ടോണം, എല്ലാവരും നമ്മൾ വളർന്നിരിക്കും. കണ്ടോ, നമ്മൾ ഈ ബാമ്പു ഒന്ന് കണ്ടുപിടിച്ച് എസ്കേപ്പ് ആവട്ടെ. ഓക്കെ, നമുക്ക് കിട്ടി. ബാമ്പു കിട്ടി. ഒരു ബാമ്പു. 4ാമത്തെ ബാമ്പു. ഓക്കെ, ഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യാം. ഓട്. നമുക്ക് ചാടാൻ പറ്റും. ചാടി പണിയടിക്കണം. നമ്മുടെ ലൈഫ് എങ്ങനെ കൂട്ടും? അപ്ഗ്രേഡ് ലെവലപ്പ്. ചെക്കായോ? അങ്ങനെ ലെവലപ്പ് ചെയ്യും. അപ്ഗ്രേഡ് റിസോഴ്സസ് എല്ലാം ഇല്ലേ? 82. എത്ര വുഡാണ് ഈസ് വേണ്ടത്? എൻ്റെ 82 വുഡുണ്ട്. അപ്പോൾ പിന്നെ അപ്ഗ്രേഡ് വെച്ച് 82 ലെവലപ്പ്. ഓ
സന്തോഷപ്പെട്ടു. നമ്മളല്ലേ ഉള്ളൂ, പിന്നെ ആരും അങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് എന്നാ വേണ്ടേ? ഇനി ഇതന്നെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. അടുത്ത ഇത് വന്നേക്കുന്നത് എക്സ്പ്ലോറാണ്. അബാൻഡൻഡ് വാട്ടർ വെയർ ഹൗസ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇച്ചിരി സീനാണ്. പോകുന്ന വഴിക്ക് വല്ല ഇതന്നെ നമുക്ക് എന്തോ ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് ബിൽഡ് ചെയ്യണ്ട. പോകുന്ന വഴിക്ക് ഞണ്ട്, കാട്ടുപന്നിയൊക്കെ നമ്മളെ പിടിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞണ്ടൊക്കെ കരയൊക്കെ കയറി കിടക്കുന്നു. നമുക്ക് ആയാലും കിട്ടത്തില്ല. തീർന്നു. ഇവനെ പിടിക്കണോ? ഇതാർക്കാടാ സ്കെലിറ്റൻ? ഇവനെ പിടിക്കാം. പിന്നെ മിക്കവാറും നമ്മളുണ്ടാവും കേട്ടോ. ഇതാരാ? നമ്മളാണോ ഇത്? നമ്മൾ കില്ലെടുക്കാനാണ് പറയുന്നത്. ഇനി ലൈഫില്ല. ലൈഫ് എങ്ങനെയെങ്കിലും കൂട്ടണം. എങ്ങനെ ലൈഫ് കൂട്ടുന്നേ? ഇപ്പോൾ അടിക്കണോ? ലൈഫ് കൂട്ടിയിട്ട് അടിക്കാം. അതാണ് നല്ലത്. ഇവൻ്റെ എന്തെങ്കിലും എടുക്കാം ഗൈസ്. എൻ്റെ ബോണുണ്ട്, പിന്നെ ഊളുണ്ട്. ഓക്കെ, സെറ്റ്. നമുക്ക് ബോൺ കഴിക്കാൻ പറ്റും. ഞണ്ടിനെ അടിക്കുന്നത് റിസ്ക്കാണ് ഗൈസ്. കാരണം എത്ര ലൈഫ് വെച്ച് ഞണ്ടിനെയും കൂടെ അടിക്കാൻ പോയിട്ട് പിന്നെ ഫുഡ് നമ്മളെങ്ങനെയായിരുന്നു ഗൈസ്? ഫുഡ് ഉണ്ടാക്കി ഹീലിംഗ് സ്ലേവ്, പിന്നെ ഒരു ബനാന, 2 ബാബു നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ പണിയാം. സ്റ്റക്കാവല്ലേ? സ്റ്റക്കായാൽ പോയി. നേരെ പോട്ടെ, നേരെ പോട്ടെ, വീടി പോട്ടെ. നമുക്ക് ബനാന വേണം, ബാമ്പു വേണം. സിമ്പിളാണ്. ഇതല്ലേ ബനാന കിട്ടി. ബനാന കിട്ടി. ബാമ്പു ഇതല്ലേ ബാമ്പു കിട്ടി. ഇനി ഒരു ബാമ്പും കൂടെ വേണം ഗൈസ്. വേവിരിക്കുന്നു. നമുക്ക് എന്നിട്ട് ഇതുണ്ടാക്കാം. എന്തായിരുന്നു? ഹീലിംഗ് സ്ലേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടേക്കുവാണ്. എത്ര മിനിറ്റ്? ഇച്ചിരി ഉള്ളു. അതിന് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കിക്കോളും. ബൂസ്റ്റ് ചെയ്ത് വെറുതെ നമ്മുടെ കോയിൻ കളയണ്ട. ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മളിത് അവിടെ ആണെങ്കിൽ കുറേ സ്കെൽറ്റൻസും ഉണ്ട് ഗൈസ്. മിക്കവാറും നമ്മൾ പണി ചെയ്തു എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. 54 കൂടിയുള്ളൂ. മൊത്തം ആക്കിയാലോ ഗൈസ്? അതിന് ബനാന ഇനി ബാമ്പു നമുക്ക് കണ്ടുപിടിച്ച്. ഇതെന്നാണ് ഗൈസ്? വാട്ട് ഈസ് ദിസ്? നമുക്ക് പണിഞ്ഞാലോ? പണിയാന്ന് തോന്നുന്നു. മെറ്റീരിയൽ വുഡില്ല. എന്നാൽ നമുക്ക് വുഡ് ഉള്ളപ്പോൾ പണിയാം. അതാണ് നല്ലത് ഗൈസ്. 54. ഇതന്നെ പെട്രോളോ? അതന്നെ ഗൈസ്, പെട്രോളിനുള്ളത് നമുക്ക് കുറഞ്ഞെന്ന് 99 ആക്കി. എൻ്റെ ഒരു ലിറ്ററും കൊടുത്ത് നമുക്ക് ഇച്ചിരി ബാമ്പു കണ്ടുപിടിക്കണം. ഞണ്ട് ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഞണ്ടിനെ അടിക്കും. ഇതൊരു ചെടിയാണോ? ഇതെടുത്ത്. ഓക്കെ, ഇതെടുത്ത് നമുക്ക് എന്നിട്ട് അത് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പണിയാ. സ്റ്റോൺ വേണം. സ്റ്റോണൊക്കെ സിമ്പിളല്ലേ? സ്റ്റോണിനൊക്കെ ഇങ്ങനെ പറയാം. ഞണ്ട് അറ്റാക്ക് ചെയ്യുമോ? നോ. ഓക്കെ, മതി. ഇതല്ല. മാറിപ്പോവാണ് ഗൈസ്. ഇതിൻ്റെ കൺട്രോൾസൊക്കെ ഒന്ന് സെറ്റാവണം. ബൂസ്റ്റ് ചെയ്യണോ? വേണ്ട ഗൈസ്, 10 ഇത്. അപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി വുഡും കൂടെ വെട്ടാം. ബൂസ്റ്റ് ചെയ്ത് വെറുതെ അത് നമ്മൾ നോക്കി കളിക്കണം സംഭവം. പൊളിക്ക് സെറ്റായിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെറ്റ്. നമുക്ക് ഇനി അടിക്കാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ നിന്നാൽ പണിയാണ്. അതിന് മുമ്പ് എനിക്കിത് ഉണ്ടാക്കണമെന്നുണ്ട്. ഇതെന്നെ സംഭവം? വീട് പണിയാൻ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ പറ. വീട് പണിയാൻ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ എന്നാ സംഭവം? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത്
ഇതുണ്ടോ, ഇത് എന്തോ മേൽക്കൂരയൊക്കെയാണ്. പിന്നെ എവിടെ വെക്കണം? ഇത് ഇവിടെ വെക്കാൻ പറ്റുമോ? അതിന് വുഡ് വേണം ഒന്ന്. ഓക്കെ, എന്നാൽ വുഡ് നമുക്ക് സെറ്റ് ചെയ്യാം. സ്മോൾ വുഡൻ ബോക്സ്. അതിന് നമുക്ക് നല്ല എന്തൊക്കെ വേണം ഗൈസ്, അറിയത്തില്ല. നമുക്കിപ്പോൾ പറയുന്ന പോലെ ചെയ്യാം. ടേക്ക് കോസ്റ്റ് ഈ ഐറ്റം എന്നാ പറഞ്ഞേക്കുന്നത്? സ്റ്റോറൊക്കെ അല്ലേ ഉള്ളൂ ഗൈസ്. ഇല്ല, പൈസ കൊടുത്തിട്ടുള്ള പരിപാടിക്ക് നമ്മളില്ല. നമുക്ക് നേരെ പോവാം. നോക്കാം എൻ്റെ സംഭവം നോക്കാം. ഇതിന് പെൻഡിങ് എടുക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യും. ഓ ഇങ്ങനെ കോയിൻ കിട്ടും മോനെ. രണ്ട് കാര്യത്തിന് പ്രശ്നം ഉണ്ടാകാൻ നോക്കുന്നത്. നമുക്ക് വിട്ടേക്കാം. നമുക്ക് ആരെ അടിക്കണ്ട, അവരെ അടിക്കാം. പാമ്പ് പോലെ എടുത്തേക്കാം. കാശുണ്ട്, മേടിച്ചാലോ കുടിക്കാം. രണ്ട് കോയിനും കാര്യങ്ങളൊക്കെ കിട്ടി. നമുക്കിതെടുക്കാൻ അറിയാം. ആരെയാണ് കേൾക്കണ്ടേ? കളയണം. ഇനി ഇയാളെ അടിക്കണോ? കഴിഞ്ഞോ? ഇത്ര ഉള്ളോ? ഞാനെടുക്കാം. നൈസ് മനം വെട്ടാം. ഇത്ര ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇത്ര ഉള്ളൂ. തീർന്നോ? പേടി തീർന്നോ? ഇനി എന്നാ ഉള്ളത്? കളക്ട് വുഡ് 100 കളക്ട് സ്റ്റോൺ. ഓ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനായാലും ഇത്രയും സമയം കളഞ്ഞു. പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് 100 വുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഞാൻ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ മര്യാദക്കൊന്നു തോന്നുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ ഞണ്ടിനെ കൊന്നു അവസാനം. ഞാൻ മര്യാദയ്ക്ക് മരം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പിന്നെ വന്ന് ചുമ്മാ ഇങ്ങോട്ട് അടിച്ചു പോകാം. ഓക്കെ, ഇത്രയും ഫുഡ് വെച്ച് നമുക്ക് പണിയാ ഇപ്പോൾ. കോരിക്കടിക്കണം തന്നെ. ഓ അടുത്ത കാട്ടുപന്നി വന്നിട്ടുണ്ട്, നമുക്ക് അടിക്കാം. ഈ അടുത്തൊരു ഞണ്ട്. ഇപ്പോഴും ഞണ്ടിനെ കൊന്നാണ്. സീനില്ല. ടൂൾസ് ഫോർ ദ ഷിപ്പ്. ടൂൾസ് എടുക്കണം ഷിപ്പിന് വേണ്ടി. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കിയും കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഫുഡിന് നമുക്ക് ഇങ്ങനെ അടിച്ചു ഇവിടെ. നമുക്ക് ഇന്നത്തെ നമ്മൾ കൊച്ചു വീട് സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് പണിയാം. ഓക്കെ, വുഡില്ല. പിന്നെ മുമ്പേ വുഡുണ്ടെന്ന് എന്തിനാണ് കാണിച്ചത്? എന്നാൽ പിന്നെ ഇവിടുത്തെ വുഡും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. നമുക്ക് അത് പണിയാൻ ക്യാമ്പ് ഫയർ ആണ് ഗൈസ്. അപ്പം അത് പണിയാൻ 50 വുഡ് മതി. അടിക്കുന്നോ? വിട്ടു പോക്കോ. എന്താ ഭയം? 30 ഇതും കൂടെ മതി. തീർന്നു. ഫൈറ്റാണോ? ഓ നമ്മളെ അടിക്കാമെന്നോ? നമ്മൾ അടിക്കും. ഇന്നാ പിടിച്ചോ. അവിടെ കിടക്കും. അത്ര ഉള്ളു ഗൈസ്. നമ്മൾ തീർത്ത് വിട്ടു. അല്ല പിന്നെ ടേക്ക് ക്രാബ് വെച്ച് നമുക്ക് തിന്നാനായിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ. അതിനാണ് ക്യാമ്പ് ഫയർ. അപ്പോൾ നമുക്ക് പോയി സ്റ്റോൺ പൊട്ടിച്ചെടുക്കാം. എത്ര സ്റ്റോണാണ് വേണ്ടത്? 30 സ്റ്റോൺ എങ്ങാണ്ടാണ് വേണ്ടതെന്ന് നോക്കാം. അത് ഇവിടാണ് ഗൈസ്. ഇവിടെ അല്ലല്ലോ, ഇതിലുണ്ടോ? നമ്മുടെ ക്യാമ്പ് ഫയറിന് 20 സ്റ്റോൺ. 20 സ്റ്റോൺ പോലും ഇല്ലെൻ്റെ. സ്റ്റോൺ എവിടെന്നെങ്കിലും സെറ്റ് ചെയ്യണം. ഇതെന്നാ നൈസ്. വാട്ട് ഈസ് ദിസ്? ഇതെന്നാ? ഞാൻ എന്തെങ്കിലും പണിയായിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അത് തന്നെയാണ്. എന്തെങ്കിലും ആട്ടെ. നമുക്ക് നേരെ പോയിട്ട് മരം വെട്ടാം. ഇഷ്ടം പോലെ മരമല്ല വേണ്ട. നമുക്ക് സ്റ്റോൺ വേണം. പൊട്ടി എത്ര? 20 സ്റ്റോൺ. 21 സ്റ്റോൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് ഈ ക്യാമ്പ് ഫയറും കൂടെ നമുക്ക് ബൂസ്റ്റ് ചെയ്തേ സെറ്റാക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ക്യാമ്പ് ഫയർ റെഡി. എവിടെ വെയിറ്റ് കരോ? ഇവിടെ ആയിരിക്കും. ഇവിടൊക്കെ ക്യാമ്പ് ഫയറോ? നമ്മുടെ ബാഗിൽ വന്ന് കിടക്കുന്നു ക്യാമ്പ് ഫയർ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇതും കൂടെ പണിഞ്ഞു. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ പോലെ ബൈ.